എന്താ പ്രതീക്ഷ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടുത്തെ സ്റ്റാഫുമാർ നല്ല കൃത്യമായിട്ട് എടുത്തു തരാണ്ട് മറ്റുള്ള നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോണേലും ഞങ്ങൾ ഇവിടെ വരുമ്പോൾ അവരിൽ നിന്ന് ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമാണ് ഉണ്ടാവണം. കാരണം നമ്മളെല്ലാ സാധനങ്ങളും അറിയാൻ പാടില്ലാത്തതൊക്കെ കൃത്യമായിട്ട് അവരെടുത്ത് കാണിച്ചു തരും. പിന്നെ ഓഫറുള്ള കാര്യങ്ങളൊക്കെ അവര് കൃത്യമായിട്ട് എടുത്ത് നമ്മളുടെ അടുത്ത് പറയും. നല്ല സ്റ്റാഫുകളാണ് ഇവിടുത്തെ ആൾക്കാർ. സാധനങ്ങള് ഞങ്ങൾ ഇവിടെ വരുമ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതൽ കിട്ടാറ്. ഇവിടെ മൂലൻസിൽ വരുമ്പോഴാണ് കിട്ടാറ്. ഞങ്ങളുടെ വീട് ഇവിടെ ഇത്തിരി നീങ്ങിയിട്ടാണ്, മാമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ഞങ്ങൾ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ മേടിക്കാനായിട്ട് ഇവിടെ ഈ മൂലൻസിലാണ് വരാറ്. ഞങ്ങൾക്ക് ഇഷ്ടവും ഇവിടെ വരാനാണ്. പ്രാവശ്യമായിട്ട് ഞങ്ങളിവിടെ വരാറുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ നിന്നും അങ്ങനെ നമുക്ക് വിഷമിക്കത്തക്ക വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും നമുക്ക് കിട്ടിയിട്ടില്ല. ഇവിടുത്തെ ഓരോ സ്റ്റാഫുകളും നല്ല സന്തോഷത്തോടും നല്ല സ്നേഹത്തോടും കൂടിയാണ് പെരുമാറാറ്. കസ്റ്റമർ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് കൃത്യമായുള്ള സാധനങ്ങളൊക്കെ അടുക്കും ചിട്ടകളോടും കൂടി ഞങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പാകത്തിനുള്ള സെറ്റിങ്സാണ് ഇവിടുത്തെ ഇവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റാഫുകൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ന സാധനമൊന്നും നമുക്ക് തിക്കി തിരഞ്ഞ് നടക്കണ്ട. നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ സ്ഥാനങ്ങളും ഞങ്ങൾ ഇതിക്ക് മുന്നേ ഒക്കെ സ്ഥിരം ഇവിടെ വരാറുള്ള കസ്റ്റമറാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വന്ന ബുദ്ധിമുട്ടില്ല. എന്ത് സാധനങ്ങളും പർച്ചേസ് ചെയ്യണമെങ്കിലും ബുദ്ധിമുട്ടില്ല. ഇപ്പം അറിയാൻ പാടില്ലാത്തത് ഉണ്ടെങ്കിൽ തന്നെയായാലും ചേച്ചിമാരോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് വന്ന് ഞങ്ങളെ കാണിച്ചു തരും. നല്ല ഇതാണ്, അനുഭവമാണ് ഇവിടെ ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ. തൃപ്തരാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഞാനിവിടെ എൻ്റെ അടുത്ത് ആരെങ്കിലും അങ്ങനെ ഒന്നിച്ച് സാധനങ്ങൾ എവിടെ നിന്ന് എടുക്കണേന്ന് ചോദിക്കാന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും പറയുക ഇവിടെ മൂലൻസ് മാർക്കറ്റിൽ വന്ന് തന്നെ എടുക്കാൻ പറ്റുമെന്നാണ് പറയുക. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ പൈസ നമുക്ക് അത്യാവശ്യം നമുക്ക് ഇതായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോൾ ഞാനിവിടെ വന്ന സാധനങ്ങൾ മേടിക്കുന്നതെന്ന് പറയും. ഞാനിങ്ങനെ പറഞ്ഞിട്ടിട്ട് പലരും ഇവിടെ വന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ വരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ എവിടെയും പോകണ്ട. നമ്മൾ വേറെ വിചാരിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അതിവിടെ കിട്ടും. അതുകൊണ്ട് തന്നെയാണ് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. കിട്ടാറുണ്ട്. ഓഫറുണ്ട്, ഓഫറിലിടാറുണ്ട്. ഓഫർ നമുക്ക് മെസ്സേജ് വരാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ വരുന്നത്. ഇവിടെ നമുക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിൽ നമ്മൾ പിന്നെ കുഴപ്പമില്ല. എല്ലാവരും നല്ല സർവീസ് സ്റ്റാഫ് പെരുമാറും. കുഴപ്പമൊന്നുമില്ല. നല്ല എല്ലാത്തിനും നല്ല സപ്പോർട്ടിങ്ങും കാര്യങ്ങളെല്ലാം നല്ല ഇതാണ്. എല്ലാവരും എന്ത് നമ്മൾ ചോദിച്ചാലും നമുക്കത് ക്ലിയർ ചെയ്ത് തരുമോ? കുഴപ്പമില്ല, ഓക്കെയാണ്. അതുകൊണ്ട് നമ്മൾ വേറെ എങ്ങും പോകാറില്ല, ഇവിടെ തന്നെയാണ് തന്നെ. എല്ലാം കിട്ടും, വേറെ എങ്ങും പോകേണ്ടി വരും. ഇവിടെ എല്ലാം തന്നെ നല്ല ഓഫർ ഇടാറുണ്ട്. അത് ഓഫർ വരുന്ന സമയത്ത് നമുക്ക് മെസ്സേജ് ഇടാറുണ്ട്. പിന്നെ വേറെ എങ്ങും പോകണ്ട, നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം എടുക്കാം. ഒരാളോട് പറയാൻ ചെയ്യാലോ. അപ്പം റെക്കമെൻഡ് ചെയ്യാറുണ്ട് ഫ്രണ്ട്സിനൊക്കെ. നമുക്കിവിടെ അടുത്താണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നമുക്കിവിടെ വന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നത് എന്താണോ അത് ഇവിടെ കിട്ടാറുണ്ട്. വേറെ എവിടേക്കും പോകേണ്ട ആവശ്യം വരാറില്ല. എല്ലാം തന്നെ ഇവിടെ നിന്ന് തന്നെ കിട്ടും. വേറെ ഒന്നും പോകാറില്ല, ഇവിടെ തന്നെ വരാം. സാറ്റിസ്ഫാക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ, മാക്സിമം ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരിക്കും നമ്മൾ മൂലൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ട. പിന്നെ ഏറ്റവും റീസണബിൾ റേറ്റ്, പ്രത്യേകിച്ച് വെജിറ്റബിൾ ഗ്രോസറി ഐറ്റംസ് നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്ത് റേറ്റിൽ വരുന്ന വേരിയേഷൻ. പെട്ടെന്ന് നമ്മുടെ ഗവൺമെൻറ് തലത്തിലൊക്കെ റേറ്റ് വ്യത്യാസം വരുമ്പോൾ ആൾക്കാർ സ്ഥിരമായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ റേറ്റ് ഹൈക്ക് ആകുമ്പോൾ കസ്റ്റമേഴ്സ് പെട്ടെന്ന് നമ്മളോട് പക്ഷേ ഗ്രാജുവലി അവർക്ക് മനസ്സിലാവും നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകളാണ്. അപ്പോൾ അങ്ങനെയാണ് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ബില്ലിങ്ങിലാണ് നമുക്ക് അത്ര പ്രശ്നം ഉണ്ടാവും. പക്ഷേ കസ്റ്റമേഴ്സ് നോർമലി വളരെ ശാന്തരായിരുന്ന അത് ബില്ല് ചെയ്ത് പോകാൻ പറ്റില്ല. മാനേജ്മെന്റ് അങ്ങനെ വിഷയമൊന്നുമില്ല.
റാക്കുകളെല്ലാം നല്ല പക്കയായിട്ട് ക്ലീൻ ചെയ്ത് ഹൈജീനിക്കായിട്ട് സൂക്ഷിക്കുന്നു. പിന്നെ എക്സ്പയറി ഡേറ്റ് ആവാറുള്ള സാധനങ്ങളെല്ലാം നമ്മൾ നേരത്തെ 10 ദിവസം മുമ്പ് തന്നെ 10 days ബിഫോർ നമ്മൾ റിമൂവ് ചെയ്യുന്നു. പിന്നെ നല്ല നമ്മുടെ റാക്കിൽ നിൽക്കുന്ന കുട്ടികൾ നല്ല സർവീസ് കൊടുക്കും. സ്വാഭാവികമായിട്ട് കസ്റ്റമേഴ്സ് കിങ്ങാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വളരെ ശാന്തമായിട്ട് അവർ കൈകാര്യം ചെയ്യും. ഇപ്പോൾ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെങ്കിൽ നമ്മൾ അത് ഒന്നുകിൽ അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ അത് നമ്മുടെ എന്തെങ്കിലും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണെങ്കിൽ നമ്മളത് റീപ്ലേസ് ചെയ്ത് കൊടുക്കും.